ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വടാട്ടുപാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകുന്ന വഴിയാണിത്. കോതമംഗലത്തിൽ നിന്നും വടാട്ടുപാറയിലേക്ക് പോകുമ്പോൾ വഴിയിൽ കാണുന്ന മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. ഇരുവശങ്ങളിലും അണിനിരന്നു നിൽക്കുന്ന വലിയ തേക്കിൻതോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഈ കാട്ടുപാതയിലൂടെയുള്ള യാത്ര തന്നെ മനസ്സിന് വലിയൊരു കുളിർമയാണ്. ഈ വഴിയെ പോകുമ്പോൾ നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് ചരിത്രപ്രസിദ്ധമായ ഭൂതത്താൻകെട്ടിലേക്കാണ്. ഇതാ നോക്കൂ, നമ്മൾ പോകുന്ന വഴിയിലുള്ള ഭൂതത്താൻകെട്ട് ഡാം ഇപ്പോൾ നല്ല കലിപ്പിലാണ്. അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ഉയർന്ന് ആ കുത്തി ഒലിച്ചു വരുന്ന വെള്ളത്തിൻ്റെ ശക്തിയും ശബ്ദവും നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ത്രില്ല്, അത് വാക്കുകൾക്കപ്പുറമാണ്. സാധാരണ ഡാമുകളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ പണിത ഈ അണക്കെട്ടിന് തൊട്ടടുത്തായി ഭൂതങ്ങൾ കെട്ടിയെന്ന് പഴമക്കാർ വിശ്വസിക്കുന്ന ആ പഴയ കല്ലുകെട്ടുകളുടെ വലിയൊരു ഐതിഹ്യം കൂടി ഈ സ്ഥലത്തിനുണ്ട്. എറണാകുളം ജില്ലയിൽ കുടുംബത്തോടൊപ്പം ഒരു വൈകുന്നേരം ചെലവഴിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു ഇടം കൂടിയാണിത്. പെരിയാറിൻ്റെ ഓളപ്പരപ്പിലൂടെയുള്ള ബോട്ട് യാത്രയും കുട്ടികൾക്കായുള്ള ചിൽഡ്രൻസ് പാർക്കുമെല്ലാം ഈ സ്ഥലത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. വെള്ളത്തിൻ്റെ ഈ വന്യതയും കണ്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ ഇന്നത്തെ മെയിൻ ലൊക്കേഷനിലേക്കാണ്. അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെട്ട നമ്മുടെ ആ പ്രധാന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വനത്തിനുള്ളിലെ സുന്ദരിയായ വടാട്ടുപാറ വെള്ളച്ചാട്ടം. ദേ ഈ കാണുന്ന വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെയും കാടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ നിന്നും തട്ടിത്തലോടി ഒഴുകി വരുന്ന ഈ പളുങ്ക് പോലെയുള്ള തെളിഞ്ഞ വെള്ളം കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഈ തണുത്ത വെള്ളത്തിൽ ഒന്ന് കൈകാലുകൾ നനയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം അത് അനുഭവിച്ചു തന്നെ അറിയണം. നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നും ചൂടിൽ നിന്നും ഒളിച്ചോടി വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും, പ്രത്യേകിച്ച് കുടുംബത്തോടൊപ്പം വന്നിരുന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്ഥലമാണിത്. ചുറ്റുമുള്ള വലിയ മരങ്ങളും കാടിൻ്റെ തണുപ്പും ഈ ഒഴുകുന്ന വെള്ളവുമെല്ലാം മനസ്സിന് വലിയൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. പാറക്കെട്ടുകളിലൂടെ തട്ടിത്തലോടി ഒഴുകുന്ന ഈ വെള്ളത്തിലിറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കാരണം ഈ പാറകളിൽ നല്ല വഴുക്കലുണ്ടാവാൻ സാധ്യതയുണ്ട്. പാറക്കെട്ടുകളിലൂടെ പതിഞ്ഞൊഴുകി വരുന്ന ഈ തണുത്ത വെള്ളവും ചുറ്റുമുള്ള പ്രകൃതിയും യാത്രയുടെ ക്ഷീണം അപ്പാടെ മാറ്റിക്കളയും. പക്ഷെ നമ്മുടെ സേഫ്റ്റി എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണ്. വടാട്ടുപാറ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വനവകുപ്പിൻ്റെ അനുമതിയോടെ കാടിനുള്ളിലേക്ക് ചെറിയ രീതിയിൽ നടക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ ഇതിനടുത്തായിട്ടാണ് പ്രശസ്തമായ ഇഞ്ചത്തൊട്ടി തൂക്കുപാലവും കുട്ടമ്പുഴ, പൂയംകുട്ടി വനമേഖലകളും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് രാവിലെ ഭൂതത്താൻകെട്ടിൽ തുടങ്ങി വൈകുന്നേരം പൂയംകുട്ടിയിൽ അവസാനിപ്പിക്കാൻ പറ്റിയ രീതിയിൽ വണ്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയ റൂട്ടാണിത്. ഇനി ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് റൂട്ട് വ്യക്തമായി പറഞ്ഞു തരാം. കോതമംഗലത്തിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. തട്ടേക്കാട് റൂട്ടിൽ വന്ന് കാട്ടിക്കട ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് ഭൂതത്താൻകെട്ട് ഡാമും കണ്ട് നേരെ വടാട്ടുപാറയിലേക്ക് വരാം. സ്വന്തം ബൈക്കിലോ കാറിലോ വരുന്നതാണ് ഏറ്റവും സൗകര്യം. KSRTC ബസ്സുകൾ കുറവായതുകൊണ്ട് ടൈമിംഗ് നോക്കി വേണം യാത്ര പ്ലാൻ ചെയ്യാൻ. ഇതുപോലെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളോ കവറുകളോ ഒന്നും ഇവിടെ എറിഞ്ഞ് ഈ പ്രകൃതിയെ നശിപ്പിക്കരുത്. നമ്മൾ കാണുന്ന ഈ ഭംഗി വരും തലമുറയ്ക്കും ഇതുപോലെ തന്നെ ആസ്വദിക്കാൻ കഴിയണം. അപ്പോൾ വടാട്ടുപാറയിലെ ഈ അടിപൊളി കാഴ്ചകളോട് നമ്മൾ തൽക്കാലം വിട പറയുകയാണ്. ഇതുപോലെയുള്ള നാച്ചുറൽ വൈബും ഓഫ് ബീറ്റ് ലൊക്കേഷനുകളും ഇനിയും കാണാൻ നമ്മുടെ കേരള ട്രാവൽ പാക്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.